നമ്മൾ പഴയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കോഴിമുട്ട വരട്ടിയതെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരുന്നു, നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറെ പേര്. അപ്പൊ അതിന്റെ തന്നെയാണ് മസാല, പക്ഷെ അത് അമ്മച്ചിയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെയാണ് ഇതും, അതേ മസാലയൊക്കെയാണ്, പക്ഷെ വെള്ളം ഒഴിക്കണതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ വിചാരിക്കും അപ്പൊ ആ ഒരു റെസിപ്പിയിൽ ചോറിട്ട് പെരട്ടി എടുത്താൽ പോരാ, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, അത് നമ്മൾ ചോറും കൂടാനും കഴിക്കണ പോലെ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്ക്. ചോറ് ഇതിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ടേസ്റ്റ് വേറെ തന്നെയാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നു. അധികം തള്ളി മറക്കണില്ല, നിങ്ങൾ ചെയ്ത് നോക്ക്. പിന്നെ കുക്കറിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ചിലവരുടെ കുക്കറിൽ വിസില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഏറി കുറഞ്ഞിരിക്കും. പിന്നെ ചിലവർക്ക് തുറന്നു ഉടനെ ഒരു വെള്ളം നനവ് പോലെ തോന്നും. അപ്പൊ അതൊരു 10 മിനിറ്റ് തുറന്നു വെച്ചാൽ മതി, അപ്പത്തേനും അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്ക്, നല്ല ടേസ്റ്റ് ആണ്, കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഇതിന്റെ കൂടെ കറി അങ്ങനെ പ്രത്യേകിച്ച് വേണമെന്നൊന്നുമില്ല, ഇത് മാത്രം മതി. പിന്നെ നമ്മുടെ സള്ളാസോ, നമ്മുടെ അവിടെ സർലാസ് എന്നൊക്കെ പറയും, ആ സാധനമൊക്കെ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ അച്ചാറ്, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, അത് മാത്രം ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കിട്ടാ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മട്ടരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ചോറ് വെക്കണ അരിയെ അതിലേക്ക് ഒരളം ചൂടുവെള്ളം ചേർത്തിട്ട് ഒഴിച്ചു വെക്കുക. ചൂട് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അത് എങ്ങനെയാന്ന് വെച്ചാൽ എത്ര സമയമെന്ന് വെച്ചാൽ നമ്മൾ മസാല തയ്യാറാക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ആദ്യം കുക്കറിൽ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് അരി അവിടെ വെള്ളത്തിലിടുക. ഞാൻ ബസ്മതി അരി ഒന്നും ഉപയോഗിക്കേണ്ടെങ്കിൽ ഈ അരിയാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയേക്കുന്നത്, മട്ട. അതുകൊണ്ട് ഞാൻ അത് എടുത്തേക്കണത് കേട്ടോ. പിന്നെ ആ കുക്കറിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് തൊട്ട് പിന്നാലെ തന്നെ അത് ചൂടായിട്ട് വരുമ്പോഴേ 3 സവോള, നമ്മുടെ പഴയ കോഴിമുട്ട വരട്ടി അതേ റെസിപ്പിയിലുള്ള മസാലയുടെ റെസിപ്പി തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഒരു 3 സവോള വലുത്, ചെറുതൊക്കെയാണെങ്കിൽ 4 എടുത്തോ, 3 എടുക്കാം, അല്ലാത്തതാണെങ്കിൽ വലുതാണെങ്കിൽ കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് നിങ്ങൾ ബസ്മതി അരി വെച്ച് ചെയ്യുമ്പോഴേക്കും അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഒരു ഓപ്ഷൻ ചോദിക്കണ്ട, മട്ടരി തന്നെയാണ് നല്ലത്. നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ലേശിട്ടാൽ കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല തോന്നും. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ തരി. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് നല്ലോണം ഈ ഒരു പരിവാവണ നേരത്തെ നമ്മൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്, അത് കുക്കറിന്റെ സൈഡിലേക്ക് വീണു. അതിന്റെ തൊട്ട് പിന്നാലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 4 അല്ലി വെള്ളുള്ളിയും ഒരു ഇഞ്ച് നീളമുള്ള വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത്, അരിഞ്ഞത് ഇടരുത് കേട്ടോ. ചതച്ച് തന്നെ ഇട്ടോളോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ മസാലയിലേക്ക്. അരുവിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ മാന്തി പൊളിച്ചെടുക്കുക. നല്ല ഈ ഒരു പരുവത്തിന് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെള്ളുള്ളിയുടെയും ചൊവ്വ മുന്നിലേക്ക് നിൽക്കും. പിന്നെ നമ്മുടെ ചെത്ത് തക്കാളി, ഞാൻ പഴയ കോഴിമുട്ട റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെത്തിയിട്ടോളോ, ഉള്ളിൽ ആ പഴുപ്പൊക്കെ കളഞ്ഞ് ആ ബിളുബിളുപ്പൊക്കെ കളയണം തക്കാളിയുടെ. എന്നിട്ട് ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ പകുതി, അത്യാവശ്യം വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയണം ഈ ഒരു പരുവത്തിന്, അല്ലെങ്കിൽ തക്കാളിയുടെ പുളി ഇറങ്ങും നമ്മുടെ ചോറിലേക്ക്. അപ്പൊ ഒന്ന് വഴറ്റിയെടുത്തോളോ ശരിക്ക്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതൊന്നാ തീയത്തൊന്ന് മൊരിയണം. അപ്പോഴാണ് ആ മഞ്ഞൾപ്പൊടി മൊരിഞ്ഞ ഒരു പ്രത്യേക മണം ഈ ചോറിലേക്ക്. പിന്നെ മണത്തിന്റെ ആ ഒരു പേരിന് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, കൂടുതലാവരുത് കേട്ടോ. മല്ലിപ്പൊടിയുടെ കുത്തെടുക്കും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നല്ല നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവത്തിന് ഒരു 2-3-4 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 5 കോഴിമുട്ടയാണ് നമ്മുടെ റെസിപ്പിയിലുള്ളത്, പക്ഷെ ഞാൻ ഇതിലേക്ക് 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോഴിമുട്ട കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് വെറുതെ ബീറ്റ് ചെയ്തെടുത്തതാണ്, നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കോഴിമുട്ട. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ടയിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ബീറ്റ് ചെയ്യണ നേരത്ത് കുറച്ച് ഒന്ന് ഉപ്പ് ചേർത്തോളൂ. എന്നിട്ട് നല്ല അടി ചേർത്ത് ഇളക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിലും ഇത് അടിക്ക് നല്ലോണം പിടിക്കൂട്ടോ, അങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ഈ നേരത്ത് നിങ്ങൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ഇത്തിരി പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. ഞാനിപ്പോൾ നല്ല ശക്തിയിൽ അതിങ്ങനെ ഉരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന്. ഇനി ഇതിലോട്ട് നമ്മൾ 2 ഗ്ലാസ് അരി എടുക്കണമെങ്കിൽ ഞാനിവിടെ 5.25 ഗ്ലാസ്, അതായത് 6 ഗ്ലാസ് തികച്ചെടുക്കണ്ട, ഒരു 5.25 എടുത്താൽ മതിയാവും വെള്ളം. 6 ഇങ്ങനെ വടിച്ചെടുക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 5.25 ഗ്ലാസ് വെള്ളം മതി, 6 വേണമെന്നില്ല. ഇനി അതിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി ഇത്രയും നേരം മാത്രമേ നമ്മുടെ അരി കുതിരണ്ടൂ. ഇനി നമ്മൾ ആ കുതിർത്തി വെച്ചിട്ടുള്ള അരി നമ്മുടെ ഈ മിക്സിലേക്ക്, ഈ വെള്ളത്തിന്റെ ഇത് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മുടെ അരി കുതിർത്തിയത് കണ്ടോ, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളർ മാറിയിട്ടുണ്ടാവും നമ്മുടെ അരിയുടെ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ കുറുവരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. മട്ടരി മാത്രമല്ല, ചോറുണ്ണണ അരി കുറുവ ഉണ്ടല്ലോ, ചെറിമണി, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ബസ്മതി വേണ്ട. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം, സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നല്ല ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കുക്കർ അടയ്ക്കുക. ഈ കുക്കറിന്റെ കാര്യമാണ് ഇനി എനിക്ക് പ്രശ്നം. ഓരോരുത്തരുടെ കയ്യിൽ ഓരോരുത്തരം കുക്കറാവുമല്ലോ, അപ്പൊ അതിന്റെ ഒരു വിസിലിന്റെ മാറ്റം വരാം ചിലപ്പോ. ഞാനിപ്പോ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലാണ് അടുപ്പിച്ചെടുക്കണേ. 3 വിസിൽ കേട്ടോ. അപ്പൊ വിസിലൊക്കെ പോയി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം തണുക്കണം കേട്ടോ, അതിനുശേഷം തുറക്കാവ് വെക്കണ്ട. അമ്പടി ജിഞ്ചിനാക്കടി പൊരിച്ചിട്ടുണ്ട്.
അത് വെറുതെ തള്ളി മറിക്കണതല്ല കേട്ടോ, പെട മണ്ണാണ് ഇതിന്, സഹിക്കാൻ പറ്റില്ല. അതുപോലെ രുചി അത് അപാര ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്ക്. ഞാൻ ഈ 5.25 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞതേ 6 ഗ്ലാസ് തികച്ചെടുക്കുമ്പോൾ ഇതിൽ ചെറിയ നനവ് പോലെ ഇത്തിരി കൂടി കൂടും. ഇതിൽ തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു നനവില്ല, അത് നമ്മൾ തുറന്നു വെക്കുക ഇളക്കിയിട്ട്. അപ്പത്തേനും അത് നമ്മൾ കുക്കറിൽ ഏത് റൈസ് തയ്യാറാക്കിയാലും ഒരു ചെറിയൊരു നനവ് അവിടെ ഇവിടെ ആയിട്ട് തോന്നും, അതൊന്ന് തുറന്നു വെച്ചാൽ മതി. ഇത് പക്ഷെ അത്ര നനവില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. 6 ഗ്ലാസ് തന്നെ കറക്റ്റ് വെള്ളം എടുക്കുമ്പോഴേ ഒരു ഇത്തിരി കൂടി നനവ് വരാറുണ്ട്. അതാണ് ഞാൻ 5.25 എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കാം.